നിങ്ങൾ അയച്ചുതന്ന ഈ രേഖകളെല്ലാം ശരിക്കും ഒരൊറ്റ വലിയ ചോദ്യത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത്. അതായത്, ഖുർആൻ അനുസരിച്ച് ആരാണ് ദൈവം? അതെ. പക്ഷെ അതിനേക്കാൾ കൗതുകമുണർത്തുന്ന ഒരു വൈരുദ്ധ്യമാണ് ഈ കുറിപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിർവചിക്കാൻ കഴിയാത്ത, നമ്മുടെ ഭാവനയിൽ ഒതുക്കാൻ പറ്റാത്ത ഒന്നിനെ, അതിനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ, ആരാധിക്കാൻ, ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക? വളരെ നല്ലൊരു തുടക്കമാണത്. ഇതൊരു തത്വചിന്താപരമായ ചോദ്യം മാത്രമല്ല, വളരെ വ്യക്തിപരമായ ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ ഒരു കെട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. തീർച്ചയായും. കാരണം ആ വൈരുദ്ധ്യത്തിലാണ് ഈ ചർച്ചയുടെ കാതൽ തന്നെ ഇരിക്കുന്നത്. നമ്മളിന്ന് ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവമെന്നാൽ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ വസ്തുക്കളിലൊന്നല്ല. ഒരു സൂപ്പർമാനെ പോലെയോ അങ്ങനെയൊന്നുമല്ല. അല്ല. മറിച്ച് ഈ പ്രപഞ്ചമുൾപ്പെടെ എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിന് കാരണമായ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്, ദ നെസസറി റിയാലിറ്റി എന്ന് ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ. അപ്പോ ദൈവത്തെ ഒരു പെട്ടിക്കുള്ളിലാക്കി നിർവചിക്കുന്നതിന് പകരം ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാം, അതാണ് ഖുർആനിന്റെ രീതി. അപ്പം നമ്മൾ തുടങ്ങേണ്ടത് തന്നെ നമ്മുടെ മനസ്സിലുള്ള തെറ്റായ ചിത്രങ്ങളെ മായ്ച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ. കാരണം ദൈവം എന്ന് കേൾക്കുമ്പോൾ എന്റെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഏതെങ്കിലും രൂപമാണ്. ചിലപ്പോൾ ആകാശത്ത് സിംഹാസനത്തിലിരിക്കുന്ന ഒരു താടിക്കാരനായ വൃദ്ധൻ, അല്ലെങ്കിൽ ഭീമാകാരമായ ഒരു മനുഷ്യരൂപം. നമ്മുടെ ഭാവന എപ്പോഴും നമുക്ക് പരിചിതമായ രൂപങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതെ. ഖുർആൻ ഈ ഒരു പ്രവണതയെ ആദ്യമേ തിരുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. കൃത്യമായി. അതാണ് ഏറ്റവും ആദ്യത്തെ പടി. അവനെപ്പോലെ യാതൊന്നുമില്ല എന്ന് ഖുർആനിലെ ഒരു വാക്യമുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അതെ, അത് വളരെ ശക്തമാണ്. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാവനയുടെ ചിറകരിയലാണ്. അതായത് അവയെല്ലാം ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ശരിയാണ്. ദൈവം ആ അനുഭവങ്ങൾക്കെല്ലാം അതീതനാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയാനുള്ള ആദ്യപടി നമ്മുടെ മനസ്സിലെ ആ വികലമായ ചിത്രങ്ങളെ അങ്ങ് ഒഴിവാക്കുക എന്നതാണ്. ഓക്കെ. അപ്പോൾ ദൈവം ഒരു വസ്തുവല്ല, ഒരു രൂപമല്ല, നമ്മുടെ സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്നൊന്നല്ല. ഈ ഒരു നെഗറ്റീവ് ഡെഫിനിഷൻ, അതായത് ദൈവം എന്തല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ദൈവം എന്താണ് എന്ന് ഖുർആൻ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തെ നിർവചിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ. മറിച്ച് ദൈവമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഉദാഹരണത്തിന് അൽ ഹഖ്. അൽ ഹഖ്. അതിന്റെ അർത്ഥം പരമമായ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നാണ്. മറ്റെല്ലാം താൽക്കാലികമായ യാഥാർത്ഥ്യങ്ങളാണ്. മാറിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഇല്ലാതായേക്കാം. എന്നാൽ ദൈവം അങ്ങനെയല്ല. അതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. ശരി. മറ്റൊന്ന് അൽ കയ്യൂം, സ്വയം നിലനിൽക്കുന്നവൻ, മറ്റെല്ലാറ്റിനും നിലനിൽക്കാൻ ആശ്രയമായി വർത്തിക്കുന്നവൻ. അൽ കയ്യൂം എന്ന ആശയം അതൊന്ന് കുറച്ചുകൂടി വിശദമാക്കാമോ? കാരണം സ്വയം നിലനിൽക്കുന്നവൻ എന്നത് കേൾക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്നില്ല. തീർച്ചയായും. നമുക്ക് ചുറ്റുമുള്ള എന്തിനെ എടുത്തു നോക്കിയാലും അത് നിലനിൽക്കുന്നത് മറ്റൊന്നിനെ ആശ്രയിച്ചാണ്, അല്ലേ? അതെ. ഒരു ചെടിക്ക് നിലനിൽക്കാൻ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, വായു എല്ലാം വേണം. ആ മണ്ണിന് നിലനിൽക്കാൻ മറ്റു ഘടകങ്ങൾ വേണം. ശരിയാണ്. ഒന്നിനും തനിയെ നിലനിൽപ്പില്ല. അതെ. ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശ്രിതരുടെ ശൃംഖല എവിടെയെങ്കിലും അവസാനിക്കണ്ടേ? എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന, എന്നാൽ സ്വയം നിലനിൽക്കാൻ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ടാകണമല്ലോ. അതാണ് അൽ ഖയ്യൂം. ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് അൽ അവൽ വൽ ആഹിർ, അതായത് ആദിനും അവസാനമില്ലാത്തവനും, അൽ ദാഹിർ വൽ ബാത്തിൻ, പ്രകടമായവനും അതേസമയം മറഞ്ഞിരിക്കുന്നവനും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. എനിക്കിപ്പോ മനസ്സിലായി. അപ്പോ ഞാൻ ഇത്രയും കാലം ചിന്തിച്ചിരുന്നത് ഒരുപക്ഷെ തെറ്റായിട്ടായിരിക്കാം. ദൈവം എന്താണെന്ന് നിർവചിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവം എന്ന യാഥാർത്ഥ്യവുമായി എനിക്കുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലേ? അതുതന്നെ. പക്ഷേ എന്നാലും എന്റെ മനസ്സ് ചോദിക്കുന്നു, എന്തുകൊണ്ടൊരു ലളിതമായ നിർവചനം ഖുർആൻ നൽകുന്നില്ല? ദൈവം എന്നാൽ ഇതാണ് എന്ന് ഒറ്റ വാക്യത്തിൽ പറയാത്തത് എന്തുകൊണ്ടാണ്? കാരണം നിർവചനമെന്ന ഉപകരണം തന്നെ ഇവിടെ ചേരുന്നില്ല. അതെന്താ അങ്ങനെ? നമ്മൾ ഒന്നിനെ നിർവചിക്കുന്നതെങ്ങനെയാണ്? അതിനെ ഒരു വിഭാഗത്തിൽ, ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് ആ വിഭാഗത്തിലെ മറ്റു വസ്തുക്കളിൽ നിന്ന് അതിനെ വേർതിരിക്കുന്ന പ്രത്യേകതകൾ പറയും. ഉദാഹരണത്തിന്, മനുഷ്യൻ ഒരു ജീവിയാണ്, ചിന്തിക്കുന്ന ജീവി, അങ്ങനെയല്ലേ? അതെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ജീവി എന്ന വിഭാഗവും ചിന്തിക്കുന്നത് എന്ന ആശയവും നമുക്കറിയാവുന്ന എല്ലാ വിഭാഗങ്ങളെയും സൃഷ്ടിച്ചത് തന്നെ ദൈവമാണ്. ഓ ശരിയാണ്. അത് ചിന്തിച്ചാൽ ശരിയാണ്. അപ്പോ ദൈവം സൃഷ്ടിച്ചൊരു വിഭാഗത്തിനുള്ളിൽ ദൈവത്തെ എങ്ങനെ ഒതുക്കാൻ സാധിക്കും?
അത് യുക്തിപരമായി അസാധ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അളവുകോലുകളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോ ആ അളവുകോല് വെച്ച് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. ഇത് മനസ്സിലൊരു വലിയ ശൂന്യത പോലെ തോന്നുന്നുണ്ട്. പിടിക്കാനൊരു രൂപമില്ല, ഒതുക്കാനൊരു നിർവചനമില്ല. അപ്പോ പിന്നെ എവിടെയാണ് തുടങ്ങേണ്ടത്? ഈ നിർവചിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യത്തെ അറിയാൻ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വഴിയെന്താണ്? അവിടെയാണ് ആയാത്തുകൾ എന്ന ആശയം വരുന്നത്. അടയാളങ്ങൾ. അതെ, അടയാളങ്ങൾ. ദൈവത്തെ നേരിട്ട് കാണാനോ നിർവചിക്കാനോ അല്ല, മറിച്ച് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളിലൂടെ അറിയാനാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ കുറിപ്പുകൾ പ്രധാനമായും 3 വഴികളാണ് എടുത്തു പറയുന്നത്. ഒന്നാമത്തത് നമ്മുടെയെല്ലാം നിലനിൽപ്പിലെ ആശ്രയത്വത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കലാണ്. ആശ്രയത്വം. അതെ, ഇത് ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്? വെറുമൊരു ശൂന്യതയ്ക്ക് പകരം എന്തുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളത്? ഖുർആൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതല്ല, യാതൊന്നും ഇല്ലായ്മയിൽ നിന്നാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത്? അതല്ല, അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? ഇത് നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു നോട്ടമാണ്. അതെ, നിങ്ങളുടെ സ്വന്തം ശരീരം തന്നെ ഏറ്റവും വലിയ അടയാളമാണ്. നിങ്ങൾ ജനിക്കണമെന്ന് തീരുമാനിച്ചത് നിങ്ങളല്ല. നിങ്ങളുടെ ഹൃദയം ഓരോ നിമിഷവും മിടിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴും ശ്വാസമെടുക്കുന്നത് നിങ്ങളുടെ ബോധപൂർവമായ തീരുമാനമല്ല. ശരിയാണ്. ഈ ഓരോ നിമിഷവുമുള്ള ആശ്രയത്വം, നമ്മളെല്ലാം സ്വയം പര്യാപ്തമായ ഒന്നിനെയും ആശ്രയിക്കാത്തൊരു യാഥാർത്ഥ്യത്തിലാണ് നിലനിൽക്കുന്നത് എന്നതിലേക്കുള്ള ഏറ്റവും വലിയ സൂചനയാണ്. നിങ്ങളിത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മൾ എത്രമാത്രം ഇൻകൺട്രോൾ ആണെന്ന് ഭാവിക്കാറുണ്ടല്ലേ? നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം എല്ലാം നമ്മുടെ കയ്യിലാണെന്ന്. പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും നമുക്കൊരു നിയന്ത്രണവുമില്ല. ഈ ആശ്രയത്വം തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ പടി. ഓക്കെ, ഇനി രണ്ടാമത്തെ വഴി മാർഗനിർദ്ദേശത്തിലൂടെയാണെന്ന് പറയുന്നു. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ളതാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ അടയാളം ഒരുപക്ഷേ ഗാലക്സികളോ പർവ്വതങ്ങളോ അല്ല. പിന്നെന്താണ്? മറിച്ച് മനുഷ്യന് ലഭിക്കുന്ന മാർഗനിർദ്ദേശമാണ്. നമ്മുടെ ഉള്ളിലുള്ള ശരിയും തെറ്റും തിരിച്ചറിയാനുള്ളൊരു കഴിവില്ലേ? നീതിക്കു വേണ്ടി നിലകൊള്ളാനുള്ളൊരു താൽപ്പര്യം, കരുണയോടും സ്നേഹത്തോടുമുള്ളൊരു ചായ്വ്, അർത്ഥപൂർണമായൊരു ജീവിതത്തിനായുള്ള അടങ്ങാത്ത ദാഹം. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം. അതെ, ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? പക്ഷേ ഈ ധാർമ്മിക ബോധം എന്നൊക്കെ പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ്, സാമൂഹികമായി ജീവിക്കാൻ വേണ്ടി പരിണാമം രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ് എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ. ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ വാദം ഒരു പരിധിവരെ ശരിയായിരിക്കാം. സാമൂഹിക ജീവിതത്തിന് നിയമങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഖുർആൻ സംസാരിക്കുന്നത് അതിനപ്പുറമുള്ളൊരു തലത്തെക്കുറിച്ചാണ്. ഓക്കേ. ഖുർആനിലെ ആദ്യമായി അവതരിക്കപ്പെട്ട വാക്കുകൾ തന്നെ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, പേനകൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനറിയാത്തതവൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇത് കേവലം അക്ഷരങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ചല്ല. അല്ല, ഇത് അറിവിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും ഉറവിടത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ തലച്ചോറിനോട് മാത്രമല്ല, നമ്മുടെ നഫ്സിനോട് അഥവാ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? ഈ ചോദ്യങ്ങൾക്ക് ഭൗതികശാസ്ത്രം ഉത്തരം നൽകുന്നില്ല. ഇല്ല. ആ ഉത്തരങ്ങൾ ലഭിക്കുന്ന മാർഗനിർദ്ദേശത്തിന്റെ ഉറവിടം ഒരു വലിയ അടയാളമാണ്. ശരി. അപ്പോൾ മൂന്നാമത്തെ വഴി ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നതിലൂടെ ദൈവത്തെ അറിയുക എന്നതാണ്. ഇത് കൂടുതൽ വ്യക്തിപരമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അതെ, ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു അമൂർത്തമായ തത്വമായോ ഒരു ഊർജ്ജമായോ അല്ല, മറിച്ച് സംസാരിക്കുന്ന, കേൾക്കുന്ന, ഉത്തരം നൽകുന്ന ഒരു യാഥാർത്ഥ്യമായാണ്. ഖുർആൻ നിറയെ അത്തരം പ്രയോഗങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ ഉള്ളിൽ മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നു. ഇതൊരു സംഭാഷണത്തിന്റെ ഭാഷയാണ്. അപ്പോൾ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ദൈവത്തെ ഭാവനയിൽ കാണാൻ കഴിയുമോ എന്നല്ല, മറിച്ച് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സംബോധന നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ്. ഈ 3 വഴികളും ആശ്രയത്വം, മാർഗനിർദ്ദേശം, സംഭാഷണം ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളൊരു പുതിയ ചിത്രം മനസ്സിൽ വരുന്നുണ്ട്. ഒരു വസ്തു എന്നതിനപ്പുറം നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യം, റിയാലിറ്റി തന്നെയാണത്. അതെ. ഇത്രയൊക്കെ വ്യക്തമായിരിക്കെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് ഇത്രയധികം തെറ്റിദ്ധാരണകളുണ്ടാകുന്നത്? ഈ ആശയം മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് പലപ്പോഴും പ്രയാസമുണ്ടാകുന്നത്? കാരണം വളരെ ലളിതമാണ്. തെറ്റായ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ശരിയായ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. തെറ്റായ ഉപകരണങ്ങളോ? അതെ. ദൈവത്തെ മനസ്സിലാക്കാൻ ആളുകൾ പലപ്പോഴും തെറ്റായ ഉപകരണങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ഭാവന,
കഥകൾ പറയാനും കവിതകൾ എഴുതാനും ഭാവന അത്യാവശ്യമാണ്. എന്നാൽ എല്ലാ സങ്കല്പങ്ങൾക്കും അതീതനായ ദൈവത്തിന്റെ കാര്യത്തിൽ ഈ ഉപകരണം പൂർണ്ണമായും പരാജയപ്പെടും. ശരിയാണ്. രണ്ടാമത്തേത് ശാസ്ത്രീയ രീതി. അളക്കാനും തൂക്കാനും നിരീക്ഷിക്കാനും കഴിയുന്ന ഭൗതിക ലോകത്തെ പഠിക്കാൻ ഇത് വളരെ നല്ലതാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിന് കാരണമായ അളവുകൾക്കതീതമായ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഈ ഉപകരണം പര്യാപ്തമല്ല. നിർവചനം എന്ന ഉപകരണവും അങ്ങനെ തന്നെ. അതുതന്നെ. അവർ അല്ലാഹുവിനെ വിലയിരുത്തേണ്ട രൂപത്തിൽ വിലയിരുത്തിയില്ല എന്ന് ഖുർആൻ പറയുന്നത് ഇതേക്കുറിച്ചാണ്. മനുഷ്യന്റെ ചെറിയ അളവുകോലുകൾ ഉപയോഗിച്ച് ദൈവത്തെ അളക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് എപ്പോഴും പിഴവ് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രായോഗികമായി ഒരാൾ ദൈവവുമായി എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? മനസ്സിലൊരു ചിത്രം സങ്കൽപ്പിക്കുകയല്ല വേണ്ടതെങ്കിൽ പിന്നെന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാമിലെ ആരാധനകൾ, ഉദാഹരണത്തിന് നമസ്കാരം, ഈയൊരാശയവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ദൈവത്തെ മനസ്സിൽ സങ്കൽപ്പിക്കേണ്ട ഒരു അവിടെയുള്ള വസ്തുവായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായി തിരിച്ചറിയണം. ഓക്കെ. നിങ്ങളുടെ ഏറ്റവും സ്വകാര്യമായ ചിന്തകളും ആന്തരിക സംഭാഷണങ്ങളും അറിയുന്നവനായി മനസ്സിലാക്കണം. നിങ്ങൾ ഓരോ ശ്വാസത്തിലും ഇതിനകം തന്നെ ആശ്രയിക്കുന്ന യാഥാർത്ഥ്യമായി തിരിച്ചറിയണം. അതുകൊണ്ടാണോ ഇസ്ലാമിലെ ആരാധനകൾ ജീവിതത്തെ തിരിച്ചുവിടുന്ന ഒന്നാകുന്നത്? അതെ. അവ കേവലം ദിവസം മുഴുവൻ ദൈവത്തെക്കുറിച്ച് ഓർക്കുക എന്നതിനപ്പുറം ജീവിതത്തെ ആ പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവിടുന്ന, ഓറിയന്റിംഗ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഉദാഹരണത്തിന് നമസ്കാരം. അത് കണ്ണടച്ച് ദൈവത്തെ മനസ്സിൽ കാണാനുള്ളൊരു ശ്രമമല്ല, മറിച്ച് നിങ്ങളെ ഓരോ നിമിഷവും നിലനിർത്തുന്ന, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിങ്ങൾ നിൽക്കുകയാണ് എന്ന ബോധത്തോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ചിന്തയേക്കാൾ ഉപരി ഒരു അനുഭവമാണ്. ഈ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു ഉപമ നിങ്ങളുടെ കുറിപ്പുകളിലുണ്ട്, പ്രകാശത്തിന്റെ ഉപമ. അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ആ ഉപമ സഹായിക്കുമെന്ന് തോന്നുന്നു. അതെ, ഖുർആൻ തന്നെ ഉപയോഗിക്കുന്നൊരു ഉപമയാണത്. പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ചുറ്റുമുള്ള വസ്തുക്കളെ കാണുന്നത് പ്രകാശമുള്ളതുകൊണ്ടാണ്. ശരിയാണ്. എന്നാൽ സാധാരണയായി നമ്മൾ പ്രകാശത്തെ നേരിട്ട് കാണുന്നില്ല. നമ്മൾ കാണുന്നത് പ്രകാശം തട്ടി പ്രതിഫലിക്കുന്ന വസ്തുക്കളെയാണ്. പ്രകാശത്തിലൂടെയാണ് മറ്റെല്ലാം നമുക്ക് ദൃശ്യമാവുന്നത്. ഇനി നിങ്ങൾ പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്ക്, ഉദാഹരണത്തിന് സൂര്യനിലേക്ക് നേരിട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കും? കണ്ണ് അന്ധമാകും. ഒന്നും കാണാൻ കഴിയില്ല. അതുതന്നെ. അത് ശരിയാണ്. പക്ഷെ ഇതൊരു ഉപമ മാത്രമാണല്ലോ. കാരണം പ്രകാശത്തിന്റെ ഉറവിടത്തെ നമുക്ക് ശാസ്ത്രീയമായി പഠിക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. അവിടെ ഈ ഉപമ വഴിതെറ്റിക്കുന്നില്ലേ? നല്ലൊരു പോയിന്റാണ്. എല്ലാ ഉപമകൾക്കും പരിമിതികളുണ്ട്. ദൈവം ഭൗതികമായ അർത്ഥത്തിൽ പ്രകാശമല്ല. ഖുർആൻ ഈ ഉപമ ഉപയോഗിക്കുന്നത് ഒരു ആശയം വ്യക്തമാക്കാനാണ്. എന്താണ് ആശയം? ദൈവം എന്ന യാഥാർത്ഥ്യം കാരണമാണ് മറ്റെല്ലാം നമുക്ക് അർത്ഥമുള്ളതാകുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ തന്നെ നമ്മുടെ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഭാവന കൊണ്ടോ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടും. എല്ലാം വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യം, പക്ഷേ സ്വയം പൂർണ്ണമായി വെളിപ്പെടാത്ത ഒന്ന്. അതാണ് ആ ഉപമയുടെ സൗന്ദര്യം. അതെ. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു തരം സന്തുലിതാവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഒരു വശത്ത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്, മറുവശത്ത് വളരെ അടുത്താണെന്ന ബോധ്യവും. ഇതൊരു വൈരുദ്ധ്യമല്ലേ? അതെ. ആ സന്തുലിതാവസ്ഥയാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതൊരു വൈരുദ്ധ്യമായി തോന്നാം, പക്ഷേ അതാണ് ശരിയായ ബന്ധം. അതൊരു പരാജയമല്ല. ഓക്കെ. ഒരു വശത്ത് ഖുർആൻ പറയുന്നു, അറിവുകൊണ്ട് അവർക്കവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവില്ല എന്ന്. അവന്റെ യാഥാർത്ഥ്യത്തിന്റെ പൂർണ്ണത നമ്മുടെ ചിന്തകൾക്കതീതമാണ്. ശരി. അതേസമയം തന്നെ ഖുർആൻ പറയുന്നു, നാം അവനോട് അവന്റെ കഴുത്തിലെ ഞരമ്പിനേക്കാൾ അടുത്തവനാകുന്നു. അപ്പോ അതിന്റെ അർത്ഥം? ദൈവം നമ്മിൽ നിന്ന് ഒരുപാട് അകലെയുള്ള, മനസ്സിലാക്കാൻ പറ്റാത്തൊരു ശക്തിയല്ല, അവ്യക്തനുമല്ല. എന്നാൽ നമ്മുടെ നിർവചനങ്ങളിലേക്കോ സങ്കല്പങ്ങളിലേക്കോ ഒതുക്കാനാവുന്ന ഒരു ചെറിയ വസ്തുവുമല്ല. ഈ രണ്ട് ആശയങ്ങളെയും ഒരുമിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ചിത്രം പൂർണ്ണമാകുന്നത്. ഇന്നത്തെ ഈ വിശകലനം ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ദൈവത്തെ നിർവചിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് നമ്മുടെ ആശ്രയത്വം, നമ്മുടെ ഉള്ളിലെ ധാർമ്മിക ബോധം, നമ്മോടുള്ള ദൈവത്തിന്റെ സംബോധന,
ഈ അടയാളങ്ങളിലൂടെ ആ യാഥാർത്ഥ്യത്തെ അറിയാനും അനുഭവിക്കാനുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെന്ന് വ്യക്തമായി. അതെ. ഇതൊരു ബുദ്ധിപരമായ കസർത്തല്ല, മറിച്ച് ജീവിതത്തെ ആകെ ആ പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവിടലാണ്. അതെ, ആ സന്തുലിതാവസ്ഥയാണ് പ്രധാനം. പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിലും ദൈവത്തെ യഥാർത്ഥമായി അറിയാൻ സാധിക്കും. നമ്മിൽ നിന്ന് അകലെയുമല്ല, എന്നാൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നവനുമല്ല. ഈയൊരു തിരിച്ചറിവിലാണ് യഥാർത്ഥ ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം ബാക്കി വയ്ക്കാം. ദൈവം പ്രകടമായവനും മറഞ്ഞിരിക്കുന്നവനുമാണെന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരേ സമയം വളരെ പ്രകടവും എന്നാൽ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്തതുമായ ഏതെല്ലാം യാഥാർത്ഥ്യങ്ങളെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്? ഉദാഹരണത്തിന്, നിങ്ങളുടെ ബോധം, അല്ലെങ്കിൽ സ്നേഹം, അതുമല്ലെങ്കിൽ ജീവൻ തന്നെ. ഈ ചിന്ത നിർവചനങ്ങൾക്കപ്പുറമുള്ള ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?